ഹായ്, എല്ലാവർക്കും ഡാഗാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റ മീൻകറിയാണ്. നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് കറി വെക്കണത്. അതിനായിട്ട് ഇത് 2 വറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഇത് വലിപ്പമൊക്കെ ഉണ്ട്. അതേപോലെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കഴുകിനെ വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. ആവശ്യമുള്ള സാധനങ്ങളാണ് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. 2 കഷ്ണം വലിയ ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 4 കുടപ്പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു നാളികേരം നന്നായി ചരട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാച്ചാൻ ആവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്ത് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കഷ്ണത്തിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. വെച്ച ഉള്ളിയും വേപ്പിൻ്റെ ഇലയും നമുക്ക് ഇട്ട് കൊടുക്കും. കൊടുക്കുന്നത് കുടപ്പുളിയാണ് കേട്ടോ. അപ്പോൾ അതേ കുടപ്പുളി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, പൊടികളെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടികളെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ആക്കാം. ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടുമ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, കല്ലുപ്പാണ്. അപ്പോൾ നമുക്കിതിൽ ശേഷം കൂട്ടാനൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോരാത്ത ഉപ്പൊക്കെ അപ്പം ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. വെള്ളത്തിൽ ആക്കി നമ്മൾ നന്നായി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സോറി, മീൻ കറിക്കല്ല, മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് മീനിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് എല്ലാതും. അതിൻ്റെ അരപ്പൊക്കെ നമ്മൾ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി കൂട്ടി തിരുമ്പാം. ഇതേപോലെ കൂട്ടി തിരുമ്പാട്ടാ. അതും കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി പരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റോളം ഇത് അടച്ചു വെക്കാം കേട്ടോ. എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാളികേരം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാലിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരം നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 1-ാം പാല് വേറെ മാറ്റിയൊന്നും വെക്കണില്ല, ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള നാളികേരപ്പാൽ നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറക്കാം. അപ്പം നല്ലപോലെ മീനിലേക്കൊക്കെ നമുക്കിത് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ അടിച്ചു വെച്ച നാളികേരപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കയ്യിലോണ്ട് ആക്കണവർക്ക് ആക്കാം, അതല്ല കൈ കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമുള്ള കാര്യമില്ല, നമ്മുടെ വീട്ടിലത്തെ കറികളല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും കൈ കൊണ്ട് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ് ഇത് പിടിച്ച് തരാനായിട്ട് മോനായിട്ട് പുറത്ത് പോയിക്കാം. അപ്പം ഞാൻ തന്നെ ഇതുകൊണ്ടാണ് നമ്മൾ കയ്യിലെടുത്തത്. അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ആദ്യത്തെ തള വരണ വരയ്ക്ക് നമുക്കത് ഫുള്ള് തീയിലും, പിന്നെ തള വന്നതിന് ശേഷം മീഡിയത്തിലും വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ. അപ്പം നമുക്ക് ഇത് മൂടിക്കും വെക്കാം കേട്ടോ. പച്ചോന്നൊക്കെ നമുക്ക് മൂടിക്കും തുറന്ന് നോക്കാം കേട്ടോ. തിളച്ചത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഈ സമയത്ത് വേണം നമുക്ക് ഇതിൽ പുളി കുറവില്ലെങ്കിൽ പുളി ഇടാനും, അതുപോലെ ഉപ്പ് കുറവില്ലെങ്കിൽ ഉപ്പിടാനായിട്ട് ഇട്ടാം. അപ്പോൾ നല്ല പോലെ നമുക്ക് ഇത് തള വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ.
കുറച്ച് പുളി കുറവാണ്. അപ്പോൾ നമ്മളിത് വീണ്ടും 2 കുടം കുടപ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പും ഇത്തിരി കുറവാണ്. ഞാൻ എപ്പോഴും ഉപ്പ് കുറവിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് വീണ്ടും കുറച്ചും കൂടി നമ്മളിത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ ഇത് കറക്റ്റായിരിക്കും നമ്മുടെ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് വേണം ഇനി വേവിക്കാനായിട്ട് കേട്ടോ. അതേ കൂട്ടാനൊക്കെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്നൊരു തുണ്ടും കൂടി ഇപ്പൊ ഈ ചാറ് ഇത്ര അധികം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് കറിയൊക്കെ തീയൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതൊന്നും കൂടി കുറുകി വന്നോളൂ. അപ്പോൾ ഞങ്ങൾക്ക് സ്വല്പം ഒന്ന് കുറുകിയതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒന്ന് വറ്റാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ രണ്ടാമതും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്നിട്ട് നോക്കിയപ്പോൾ അതിൽ കറക്റ്റാണ് കേട്ടോ, ഉപ്പും പുളിയൊക്കെയും കറക്റ്റാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. കൂട്ടാൻ കാച്ചി ഒഴിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി സ്റ്റൗവൊക്കെ കത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും നല്ല പോലെ ഗോൾഡൻ കളർ ആവണം കേട്ടോ. അത് വരയ്ക്കും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഉള്ളി എല്ലാതും കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ പതുക്കാനൊന്ന് നമുക്കൊന്ന് എല്ലാ ഇതിലേക്ക് ആവാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ.